ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കഥ പറയുന്നുണ്ട്. എന്റെ വീട്ടിലേക്ക് ആടുമാംസം ലഭിച്ചപ്പോഴേ ഞാനത് വിതരണം ചെയ്യാൻ നിൽക്കുമ്പോ തങ്ങൾ എന്നോട് ചോദിച്ചു, ആയിഷ എന്ത് ചെയ്തു? പറഞ്ഞു, നബിയെ ഞാൻ കൊടുത്തു തുടങ്ങുന്നേ ഉള്ളൂ. ആർക്ക് കൊടുത്തു തുടങ്ങണം? അവിടെ നിന്ന് മറുപടി പറഞ്ഞത് ഹദീസുൽ ഇബ്ദ ബിജാരിനൽ യഹൂദി, നമ്മുടെ അയൽവാസിയായ ജൂതന് കൊടുത്തു തുടങ്ങിക്കോളൂ. അങ്ങനെ പരിസരങ്ങളിലേക്കൊക്കെ 40 വീടുകൾക്ക് നിങ്ങൾ നൽകിക്കോളൂ ആയിഷ എന്ന് ബീവിയോട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്നേഹം പുണ്യനബി തങ്ങളുടെ അയൽക്കാരൻ ലഭിച്ചു. അയാളുടെ മകൻ മരിക്കുമ്പോഴാണ് ബീബായ നബി തങ്ങൾ അരികത്തേക്ക് ചെന്നത്. തങ്ങൾക്ക് മനസ്സിലായി ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. പക്ഷെ വാപ്പ ജൂതനായിരുന്നു, മകനും ജൂതനാണ്. പുണ്യനബി തങ്ങൾ അവസാന നേരം തങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇത് ലോകത്തോട് യാത്ര ചോദിക്കുന്ന നേരമാണ്. ഇനിയൊരു അവസരം ഈ ചെറുപ്പക്കാരൻ ലഭിക്കുകയില്ല. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന് കിട്ടുന്ന അവസാനത്തെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, മോനെ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മോനെ നീ ഉച്ചരിച്ചേക്കണം. മകൻ ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി പിതാവ് പറഞ്ഞു, അബുൽ ഖാസിം, അബുൽ ഖാസിമായ പുണ്യനബി എന്താണോ മോനെ അങ്ങ് നിന്നോട് ചെയ്യാൻ പറഞ്ഞത് അത് മോനങ്ങ് ചെയ്തേക്ക് എന്ന് പിതാവിന്റെ സമ്മതവും കൂടെ കിട്ടിയപ്പോ ആ പൊന്നുമോൻ ഉച്ചരിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്.